ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പയർ തോരൻ കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. പയർ നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബീൻസ് പയറാണ്. അപ്പോൾ നമുക്ക് അതരിഞ്ഞെടുക്കാം. പയർ കഴുകിനകത്ത് വെച്ചിട്ടുണ്ട്. പയർ ഇട്ട് ചെറുതായിട്ട് വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കും. ഒറ്റ ആവിൽ തന്നെ വെള്ളം ഒഴിക്കാതെ ആവി കയറ്റി വീഴും. നൈസായിട്ട് അരിഞ്ഞ് കുറേ ഒന്നിച്ച് പിടിച്ച് അരിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓരോന്നിച്ച് വേണ്ട അരിയാനേ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അരിഞ്ഞ് കഴിഞ്ഞാൽ തോരൻ പൊടിയാവും. കാരണം നൈസായിട്ട് അരിഞ്ഞുകൊണ്ട് വേഗം തന്നെ വെന്ത് കിട്ടും. അരിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും. രണ്ടായിരത്തിയെല്ലാമെങ്കിൽ വേണ്ടിയാവും. റീസേറ്റിന് അതിൻ്റെ ഇടയിൽ എന്തോ കമൻ്റ് ഇന്ന് റീസേറ്റാ പറയുന്നത്. ഷാർപ്പായിട്ട് ചെയ്യാനാ. എല്ലാം കഴുകി വെക്കണം. തേങ്ങ ഏട്ടൻ തേങ്ങ അമ്പിത്തരാൻ പോകുന്നുണ്ട്. തേങ്ങ ഏട്ടൻ്റെ അല്ലേ? തേങ്ങ ഉണ്ടല്ലോ ജയശേഷിൻ്റെ പണി അല്ലേ? വീണ്ടും നമ്മളിങ്ങോട്ടേക്കുള്ള ഭയങ്കര മഴയാണ്. മഴ കാരണം രക്ഷയില്ല. ഇന്നലെ ചെറിയ തെളിച്ചെല്ലാം ഉണ്ടായിരുന്നു. രാവിലെ തുടങ്ങി മഴ. ബീൻസിൻ്റെ ഇങ്ങനെ നൂല് പോലത്തെ സംഭവമില്ലേ, അതെല്ലാം ഇന്നലെ തന്നെ കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു പണി ഒഴിവാക്കിയിട്ട് എല്ലാം എളുപ്പപ്പണി മാത്രം അല്ലേ കേട്ടാ. അപ്പോൾ ഞാൻ ഇത്ര നൈസായിട്ട് അരിയുന്നത് കഴിഞ്ഞ് നമ്മൾ ബീൻസ് അരിഞ്ഞ് തീരാനായിട്ടുണ്ട്. അരിഞ്ഞ് തീർന്നതും കൂടെ ഉള്ളൂ. വളരെ നൈസായിട്ട് അരിഞ്ഞിട്ടുള്ളത്. അതിലേക്ക് പച്ചമുളകും ഒരു സവോളയും അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഞാൻ ജലദോഷം കാരണം കഴിഞ്ഞില്ല. പൊടീൻ്റെ അളവ് നല്ല പൊടിയാണെന്ന് അറിയില്ല. അലർജി പ്രശ്നമാണ് തോന്നി. രാവിലെ തണുപ്പിൻ്റെ ആണോ പൊടീൻ്റെ ആണോ എന്താണെന്നറിയില്ല. ജലദോഷം അപ്പം നമ്മൾ പയറരിഞ്ഞ് ഫിനിഷിങ് ആയിട്ടുണ്ട്. നമുക്ക് പച്ചമുളക് അരിഞ്ഞ് നോക്കാം. മീനുവേ വാ, മോള് വാ. മീനു തീച്ചോട്ടിലിരിക്കുന്നുണ്ട്. അടുപ്പും ചോട്ട് പോയി ഇരിക്കുന്നുണ്ട് മീനു. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവില്ലാത്ത പച്ചമുളകാണ്. അതുകൊണ്ട് ബീൻസ് അരിഞ്ഞാൽ തന്നെ നൈസായിട്ട് അരിയും. കാരണം കടിച്ചാലും എരിവൊന്നുമില്ല. സബോള അരിയുമ്പോൾ കണ്ണരിയും. എന്താ മീന. അപ്പം സബോള അരിഞ്ഞെടുക്കാം.
ദോഷം വരാനുണ്ടാവും. എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പറഞ്ഞാൽ നമ്മളെ വ്യൂസ് എല്ലാം പോയി, സബ്സ്ക്രൈബ് എല്ലാം കുറവാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അത് നമുക്ക് തോരൻ വെക്കാനുള്ള ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചെടുക്കുക. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചെടുക്കുന്നുണ്ട്. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. എണ്ണ ഇട്ട് കൊടുക്കാം. എണ്ണ കുറവാണ്, എണ്ണ കൂടുന്നു. എണ്ണ തിളച്ചോ, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കടുക് ചടപടെ പൊട്ടുന്നുണ്ട്. ഇതിലേക്ക് ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച പയറും ഉള്ളിയും എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. നമുക്ക് ഏട്ടൻ തേങ്ങ കണ്ടു തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നല്ലോണം പോകണം. തോരനായിട്ട് അതിൻ്റെ അരിക്ക് വന്നാൽ അപ്പോൾ നമ്മൾ ഫുഡ് കൊടുത്തിട്ട് വെക്കുന്നുണ്ട്. നമുക്കിത് ഗ്യാസിൻ്റെ തീ കുറച്ച് വെക്കാം. ഇതൊന്ന് മൂടി വെക്കാം കേട്ടോ. പയറുതോരൻ വെന്തോന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പയറുതോരൻ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കി വെക്കാം. നമ്മൾ പയറുതോരൻ്റെ കഴിഞ്ഞ ലുക്ക് എന്ന് പറയാനൊന്നുമില്ല, വേഗം വന്നു. അപ്പം എന്നും പറയുന്ന പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ഇടുക. നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പുതിയ വീഡിയോ ആയിട്ട് കാണാം.